പ്രാന്തന്മാരുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഡിഷ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമായ ചിക്കൻ ദം പൊറോട്ട. അതിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 2 കിലോ പീസായിട്ടുള്ള ചിക്കൻ, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഐറ്റംസാണ് ഞാനിപ്പോൾ പറയണത്. പിന്നെ ഒരു 4 വലുതാണെങ്കിൽ 4 എണ്ണം, മീഡിയം ആണെങ്കിൽ ഒരു 5 എണ്ണം സവോള, അത് ഇങ്ങനെ അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, പിന്നെ പച്ചമുളക് മീൻസ് കാന്താരിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കണേ. നല്ല എരിവുള്ളതാണിത്, അതുകൊണ്ട് നിങ്ങളുടെ എരിവും കാര്യങ്ങളും എല്ലാം വച്ചിട്ട് എത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് ചതച്ചിട്ടേ ഉള്ളൂ, പേസ്റ്റ് ആക്കണ്ട. അതുകൂടാതെ നമ്മുടെ പൊടി ഐറ്റംസ് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, നമ്മൾ ഓൾറെഡി പച്ചമുളക് മീൻസ് കാന്താരി മുളക് ചേർക്കുന്നതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഉപ്പ്, കടുക് വറുക്കാനുള്ള കടുക്, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി നമ്മൾ കുറച്ച് ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ഇത്രയും ഐറ്റംസാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ചിക്കൻ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ദം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. സ്റ്റൗ കത്തിക്കുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി ഇപ്പോൾ തൽക്കാലം. ചീനച്ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഈ സവാള മൂപ്പിക്കാനും കടുക് വറുക്കാനും ഒക്കെ ആവശ്യത്തിലേക്കുള്ള വെളിച്ചെണ്ണ മതി. നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരണ്ട്. കറിവേപ്പില നമുക്ക് ഒരു 3-4 തണ്ട്. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചേക്കണത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കാന്താരി മുളക് ഐറ്റംസ് ഇട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവോള എടുത്തു വച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം ഒന്ന് ഇളക്കി എണ്ണയൊക്കെ എല്ലായിടത്തും പറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് വഴണ്ട് കിട്ടും നമുക്ക്. ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഒരുമാതിരി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച്, പൊടികളിടുമ്പോൾ തീ കുറച്ച് വെച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കാശ്മീരി മുളക് പൊടി 3 സ്പൂൺ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1-1.5 സ്പൂൺ ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഗരം മസാല, ഇപ്പോൾ ഗരം മസാല തന്നെ വേണമെന്നില്ല, ചിക്കൻ മസാല ആയാലും മതി. അത് നമുക്ക് 1.5 സ്പൂൺ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി അരിഞ്ഞു വെച്ചേക്കണത് ഇട്ട് കൊടുക്കുക. അപ്പം തീ നന്നായിട്ട് ഞാൻ കുറച്ച് വെച്ചേക്കായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ തക്കാളിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചിക്കനിലേക്കൊക്കെ നല്ലോണം പിടിക്കണം. നമ്മളിത് നല്ലപോലെ ചിക്കനിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേവാൻ ഓൾറെഡി ചിക്കൻ്റെ വെള്ളമുണ്ട്, എന്നാലും കുറച്ച് നമുക്ക് ഗ്രേവി പരുവത്തിലാണ് വേണ്ടത്. സെമി ഗ്രേവി വേണം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ചിക്കൻ ഒന്ന് വെന്ത് വരണം. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ സവോള വേവാനുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഏകദേശം ചിക്കൻ വേവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടപ്പ് മാറ്റി നമുക്ക് ഇളക്കി വെച്ച് കൊടുക്കാം. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളം വറ്റണ വരെ ഒരു സെമി ഗ്രേവി പരുവമാവാം. അതുവരെ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ
കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ലപോലെ ഇളക്കി ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുത്തേക്കണത്. ദം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പരിപാടികളാണ് അടുത്ത് നോക്കേണ്ടത്. ഇത് ദം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ദം പൊറോട്ട റെഡിയാവും. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒന്നുകൂടിയും പരിചയപ്പെടാം. ഇത് പൊറോട്ടയാണ്. ഇത് മേടിച്ചത് പൊറോട്ടയാണ് കേട്ടോ, ഉണ്ടാക്കിയതല്ല. ചില വീഡിയോയുടെ ദൈർഘ്യം കൂടും, അതുകൊണ്ടാണ് പൊറോട്ട മേടിച്ചത്. അതുകൂടാതെ നമ്മുടെ ചിക്കൻ, നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ സെമി ഗ്രേവി പരുവത്തിൽ ചിക്കൻ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ മുട്ട, കോഴിമുട്ട താറാമുട്ടയോ എന്ത് വേണമെങ്കിൽ അത് രണ്ടായിട്ട് മുറിച്ചിട്ട് വറുത്തെടുത്തിരിക്കുന്നതാണത്. മസാലയെല്ലാം പുരട്ടി എടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ചിക്കൻ വറുത്തത്, മസാല പുരട്ടി വറുത്തിട്ട് അത് പിച്ചി പറിച്ചെടുത്തേക്കാണ്. ഇത് നമ്മുടെ സവോള വറുത്തെടുത്ത് നെയ്യിൽ വറുത്തത്. ഇത് കൂടാതെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതും നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദം ചെയ്യാനുള്ള പരിപാടികളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ദം ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഈ ചട്ടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്നാക്കി കൊടുക്കാം. കൈകൊണ്ടൊന്ന് പുരട്ടി കൊടുത്താലും മതി. അധികം എണ്ണ വേണ്ട, അതുകൊണ്ടാണ് ഞാനത് കൈകൊണ്ടൊന്ന് പുരട്ടേണ്ടത്. അതിനുശേഷം നമ്മുടെ വാഴയില നമ്മളൊന്ന് വാട്ടിയിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇത് വലിയ കാര്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് വിതറി കൊടുക്കുക. അതുപോലെ കിസ്മിസ് ഒന്നും വിതറി കൊടുക്കുക. നമ്മുടെ മുട്ട വറുത്ത് വെച്ചിരിക്കുന്നത് 2 എണ്ണം എടുത്തിട്ട് ഒന്ന് ഈ അറ്റത്ത് കമത്തി വയ്ക്കുക, ഒന്ന് ഇവിടെയും കമത്തി വയ്ക്കുക. അത് കഴിഞ്ഞാൽ സവോള വറുത്ത് വെച്ചിരിക്കുന്നത് അതൊന്നെടുത്ത് ഇങ്ങനെ വിതറി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ വറുത്ത് പൊടിച്ചത് അതും ഒന്നിങ്ങനെ ഇടുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി പരുവമുള്ള പോർഷൻ കുറച്ചെടുത്ത്, കഷ്ണങ്ങൾ പോന്നോട്ടോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കഴിവതും അവിടെ ഗ്രേവി വീഴുക നല്ലത് അടിഭാഗത്ത്. നമ്മൾ ഒത്തിരി ഗ്രേവി പരുവം എടുക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ അങ്ങനെ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ മൊത്തം കുഴഞ്ഞു പോകും. അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെമി ഗ്രേവി പരുവം എടുക്കുന്നത്. ചിക്കൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പൊറോട്ട ഒരെണ്ണം എടുക്കുക. അത് കുറച്ചിങ്ങനെ സൈഡിലേക്ക് കയറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അടുത്ത പൊറോട്ട എടുത്തിട്ട് അതിന് ഇപ്പുറത്തേക്ക് വരാവുന്ന രീതിയിൽ അതും സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ലെയർ ചിക്കൻ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മുടെ സവോള വറുത്തത് കുറച്ചൊന്നിങ്ങനെ വിതറി കൊടുക്കുക. ചിക്കൻ വറുത്തത് കുറച്ചൊന്ന് അലങ്കരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 മുട്ട വറുത്തത് അത് ഇതുപോലെ തന്നെ തിരിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക ഇവിടെ. പിന്നെ വീണ്ടും പൊറോട്ട അതിൻ്റെ മുകളിൽ അത് വയ്ക്കുമ്പോൾ നേരത്തെ ഇങ്ങനെ നമ്മൾ വെച്ചിരുന്നത്, അതിന് പകരം ഇപ്പുറത്തെ സൈഡിലേക്ക് വയ്ക്കുക. അത് 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചിക്കൻ സെയിം രീതി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ ചട്ടിയിൽ കൊള്ളാവുന്ന മാക്സിമം, ഒത്തിരി അധികം വേണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി. സവാള വറുത്തത് കുറച്ചിട്ട് കൊടുത്തു, ചിക്കൻ വറുത്തത് അതും കുറച്ചിട്ട് കൊടുത്തു. മുട്ട 2 മുട്ട നമ്മൾ തിരിച്ചു വെച്ചു. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും അത് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ അടുത്ത ലെയർ അത് നേരെ ആദ്യം വെച്ച പോലെ ഇങ്ങോട്ട് പൊക്കോട്ടെ അത് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ മാക്സിമം ഗ്രേവി ചെല്ലട്ടെ, നമ്മളിത് മാക്സിമം സെൻറ്ററിൽ വെക്കുക. അതിലേക്ക് നമ്മുടെ ചിക്കൻ വറുത്തത് ഇട്ട് കൊടുത്തു. നമ്മുടെ ഉള്ളി വറുത്തത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു. കൂടാതെ നമ്മുടെ കിസ്മിസ് അത് ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തു. 2 മുട്ട ഇതിന്റെ സൈഡിലേക്ക് വെച്ചു കൊടുക്കുക, അമർത്തി. ഇനി ഒരു സിംഗിൾ പൊറോട്ട മതി. സിംഗിൾ പൊറോട്ട എടുക്കുക, ഇതിന്റെ സെൻറ്ററിൽ വെച്ചു കൊടുക്കുക, ഒന്ന് അമർത്തി കൊടുത്തേക്ക്. അതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ മുട്ട ഒന്ന് അലങ്കരിച്ച് വെക്കുക. ബാക്കി വന്നിരിക്കുന്നത് അതിന്റെ മസാലയൊന്നും കളയണ്ട, അതിനകത്ത് കിട്ടുമോ. ആ ഉള്ളി വറുത്തതും ചിക്കൻ വറുത്തതും എല്ലാം ബാക്കിയുള്ളതെല്ലാം അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കിസ്മിസ് ബാക്കിയുള്ളത് അതും ഇതുമാതിരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും ബാക്കിയുള്ളത് ഫുള്ളായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോസസ്സ് അവിടെ കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ഈ വഴങ്ങല ഒരെണ്ണം അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക അതിനകത്തേക്ക്.
മാക്സിമം ഇത് മൂടുന്ന രീതിയിൽ. ഫുള്ളായിട്ട് മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറെ ഇല വെച്ചിട്ടാണ് കെട്ടുന്നത്. ഈ വഴങ്ങല അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഇതും ഇതുപോലെ തന്നെ ഒരു ഇല, വാട്ടിയില നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ വാഴയുടെ നാര് കൊണ്ട് തന്നെ അതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും കഴിഞ്ഞ് അത് നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു പരന്ന പാത്രത്തിൽ ഞാൻ ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തേക്കണേ. വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് വയ്ക്കുക. സ്റ്റവ് കത്തിച്ച് കൊടുക്കുക. സ്റ്റവ് കത്തിച്ചിട്ട് നമ്മുടെ ഈ ദം ചെയ്യാനുള്ള ചട്ടി ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കും. വെള്ളത്തിൽ ഇറക്കി വെച്ച് വെള്ളം ചൂടാവുമ്പോൾ നേരിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് നേരിട്ട് നമ്മൾ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ചെറിയ ഫ്ലെയിം കൊടുത്താൽ മതി. വളരെ ലോ ആയിട്ട് ഇതുപോലെ ദം ചെയ്തെടുക്കാം. ഇത് കുറച്ചും കൂടി സേഫായിരിക്കും ഈ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ. മറ്റേത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്, വെള്ളമയം കുറവായുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി സുരക്ഷിതം. ഇതല്ല ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇത് ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് ഇതിനകത്ത് ഇരിക്കണം. അപ്പോൾ അത് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇരുന്ന് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരുന്നാൽ മതി. വെള്ളം വറ്റിപ്പോകാണ്ട് നോക്കുകയും വേണം ഈ ഉരുളിക്കകത്ത്, അല്ലെങ്കിൽ പരന്ന പാത്രം എന്തായാലും. ഓക്കെ, നമ്മുടെ ചിക്കൻ ദം പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല ചൂടുണ്ട്. നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി. അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അടിഭാഗമൊക്കെ. ഇതാ കണ്ടോ, വേണ്ട അങ്ങനെ ആവി പറത്തോണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു പണി ചെയ്യാം. ഇവനെ ഒരു ഇലയിലേക്ക് അങ്ങ് മറയ്ക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ ദം പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കാം. ചിക്കൻ്റെ പീസ് ഒരെണ്ണം എടുക്കുക പൊറോട്ടയുടെ കൂടെ. വയറൊക്കെ വെള്ളം വേണം. സൂപ്പറായിട്ട് കേട്ടോ, അടിപൊളി. നമ്മൾ ആ സൈഡിൽ വീണ് പോയ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ എടുത്ത് വെച്ചു. ഒരു ചിക്കൻ്റെ പീസും കുറച്ച് പൊറോട്ടയും കൂടി എടുത്ത് ഒന്നും കൂടി ഇപ്പോഴാണ് ആ റിച്ച്നെസ് വന്നത്. അണ്ടിപ്പരിപ്പ് കിസ്മിസും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അടിപൊളി, സൂപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു അടിപൊളി ഐറ്റമായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.